ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപത്ത് നിന്നാണ് ചേരുന്നത് വിനീത. അവിടെയും മന്ത്രിസഭാ സമിതിയുടെ യോഗം പുരോഗമിക്കുകയാണല്ലോ. വിദേശകാര്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം 7:30 എന്ന് പറയുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം? ഈ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാനുള്ള ആലോചന എന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ ഈ ഘട്ടത്തിൽ വിനീത. തീർച്ചയായും ഉന്മേഷ്, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലാണുള്ളത്. സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിരിക്കുകയാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വസതിക്കുള്ളിൽ യോഗം ഇപ്പോഴും പുരോഗമിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. മന്ത്രിമാരൊക്കെ തന്നെ കൃത്യം 6 മണിയോടുകൂടി തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ജമ്മു കാശ്മീരിൽ നിന്ന് മടങ്ങിയെത്തിയ അമിത്ഷായും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അമിത്ഷായുടെ തീരുമാനങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ യോഗത്തിൽ അദ്ദേഹം നൽകുന്ന റിപ്പോർട്ടുകൾ, ഔട്ട്പുട്ടുകൾ തന്നെയാണ് യോഗത്തിൽ ഒരു നിർണായക തീരുമാനത്തിലേക്ക് എത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുക. കാരണം ഇന്നലെ ഈ ഭീകരാക്രമണം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ആദ്യം ആ മേഖലയിൽ എത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അദ്ദേഹം അവിടെ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നാലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. കരസേനാ മേധാവിയും ഒക്കെയായാണ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നത്. പ്രതിരോധ തലത്തിൽ ഏതൊക്കെ നീക്കങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ വിവിധ യോഗങ്ങളിൽ ചർച്ച ചെയ്തത് തീരുമാനിച്ചിട്ടുണ്ട്. ഈ യോഗത്തിന് ശേഷം രാജ്നാഥ് സിംഗ് തന്നെ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെ തന്നെയായിരുന്നു: ഞാൻ ഒരു മറുപടി കൊടുത്തിരിക്കുമെന്ന്, അതായത് ഈ ഭീകരാക്രമണത്തിന് ഒരു മറുപടി കൊടുത്തിരിക്കുമെന്ന് തൻ്റെ രാജ്യത്തെ ജനങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം ഉന്മേഷ് സൂചിപ്പിച്ചതുപോലുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രതിരോധ നടപടികൾക്ക് പുറമെ ഒരു നയതന്ത്ര തലത്തിൽ കൂടി ഒരു മറുപടിയിലേക്കടക്കം കാര്യങ്ങൾ പോയേക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് നയതന്ത്ര തലത്തിൽ കടുത്ത നടപടിക്ക് ഇന്ത്യ ഒരുങ്ങുന്നുവെന്ന ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ വിദേശകാര്യമന്ത്രി ഇന്ന് ഈ കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വ്യക്തമായി തന്നെ അതിൽ അദ്ദേഹം പ്രതികരിക്കും. അത്തരം സൂചനകൾ കൂടി നമുക്ക് ലഭ്യമാകുന്നതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാനുള്ള ഒരു സാധ്യത നിലവിലെ പശ്ചാത്തലത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒപ്പം ഇസ്ലാമാബാദിലെ ഹൈക്കമ്മീഷൻ അടയ്ക്കാൻ ഇന്ത്യ ഒരു തീരുമാനം എടുത്തേക്കുമെന്നും അറിയുന്നുണ്ട്. സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട്. ഈ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ഇന്നത്തെ യോഗം ആയിരിക്കും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നിർണായക തീരുമാനമെടുക്കുക. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനം തന്നെയായിരിക്കും ഇക്കാര്യങ്ങളിൽ. ഒപ്പം ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെ പുറത്താക്കിയേക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറാണുള്ളത്. നേരത്തെ 2019 ശേഷം ഹൈക്കമ്മീഷണർ ഇല്ല. ഇവർക്കെതിരെയൊക്കെ തന്നെ നടപടികൾ ഉണ്ടാകും. അതായത് ഇവരെ പുറത്താക്കുന്നതിനടക്കമുള്ള നടപടിയിലേക്ക് ഇന്ത്യ കടക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ. കർത്താർപൂർ ഇടനാഴി അടച്ചേക്കുമെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ വ്യാപാര രംഗത്തും ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങളിലേക്ക് ഇന്ത്യ കടന്നേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ നിർണായകമാകുന്നത് ഇപ്പോൾ ചേരുന്ന ഈ യോഗം തന്നെയാണ്. ശരി, അല്പസമയത്തിനകം ആ യോഗ തീരുമാനങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യും. വിനീത വിജിയാണ് വിശദാംശങ്ങൾ നൽകിയതിപ്പോൾ ഡൽഹിയിൽ നിന്ന്.